നമ്മളപ്പോൾ അമ്പലത്തിൻ്റെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോൾ കൊടജാദ്രിയിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ ജീപ്പുകളുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ജീപ്പുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഒരാൾക്ക് 470 രൂപയാണ് ജീപ്പ് വാടക പറയുന്നത് കൊടജാദ്രിയിലോട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ജീപ്പുകളാണ് കേട്ടോ. നമ്മൾ നെല്ലിയാമ്പതി മൂന്നാറൊക്കെ പോയ പോലെ ഇത് കണ്ടില്ലേ, ജീപ്പുകൾ ഇങ്ങനെ കുറേ എണ്ണം നിർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് തലക്കണക്കാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും അപ്പോൾ വഴിയെ പറയാം. ഇതോ ഒരു ജീപ്പ് മൂവ് ചെയ്തു. ഇനി അടുത്ത ജീപ്പ് നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേ. 4 വീലൊന്നുമില്ല കേട്ടോ, 4 വീൽ ഗിയറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതില്ലാതെ തന്നെ പോകുന്നു. 400 രൂപ വണ്ടിക്കും 70 രൂപ വാസല്ലേ. ഇവിടുന്ന് എത്രയുണ്ട് ചേട്ടാ കിലോമീറ്റർ? 40 കിലോമീറ്റർ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഒരു സൈഡിലൂടെ ഈ വഴിയിലൂടെ നമ്മളിങ്ങനെ പോകാട്ടോ. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി പോകേണ്ട 40 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് ഈ കൊടജാദ്രി മല വരുന്നത്. അമ്പലത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് മലകൾ കാണുമെങ്കിലും നമ്മൾ ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ ചുറ്റി കറങ്ങിയിട്ട് വേണം അവിടെ എത്താൻ. ജീപ്പ് താഴെ വരെ പോവും. മുകളിലോട്ട് കയറണമെങ്കിൽ നമ്മൾ നടന്ന് തന്നെ കയറണം. അപ്പോൾ നിങ്ങളുടെ സൗകര്യാർത്ഥം ദർശനത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ വരാം കേട്ടോ. ഈ കാണുന്നത് ബാംഗ്ലൂർ റോഡാണ്, കുടജാദ്രി ബാംഗ്ലൂർ റോഡാണ് കേട്ടോ. ഈ കാണുന്നത് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പോകണം. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം നമുക്ക് ജീപ്പ് റൈഡ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ റോഡിലൂടെയുള്ള യാത്രകൾ നല്ല കാഴ്ചയുള്ള യാത്രകൾ കൂടിയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്ന് പറയാം കേട്ടോ. ഇന്ന് വഴിക്ക് ജീപ്പ് ഡ്രൈവർ ഒന്ന് നിർത്തിയിരിക്കണേ. നിട്ടൂർ പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ നിർത്തിയതാണേ. അപ്പോൾ അങ്ങനെ ഇവിടെ വലിയൊരു, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇനി മൊത്തം ഹെയർ പിൻ ബെൻഡുകളും മറ്റേ ഓഫ് റോഡ് ജീപ്പ് സഫാരി ആയിരിക്കും കേട്ടോ. വരെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. അതാണ്ടല്ലേ ഒരു നമ്മളെ ലോക്കൽ ഓട്ടത്തിനുള്ള ബസ്സുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ജീപ്പുകളൊക്കെ എടുത്തിട്ട് പോകുന്നവരുണ്ട് കേട്ടോ. വേറെ ജീപ്പ് താഴത്തുനിന്ന് വന്ന ജീപ്പുകളുണ്ട്, അതുകൂടാതെ വേറെ ജീപ്പുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നാലും ബസ്സിന് വന്നാലും ഇവിടെ എത്താൻ പറ്റും കേട്ടോ. ജീപ്പിൽ എത്ര പേര് പോകുന്നുണ്ടോ അവരുടെ പേര്, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, സിഗ്നേച്ചർ ഇട്ടിട്ട് ഇവിടെ കൊടുക്കണം കേട്ടോ. അതുകൂടാതെ തന്നെ ഒരാൾക്ക് 70 രൂപ വെച്ച് ഇവിടെ കൊടുക്കണം. അപ്പം അതിനായിട്ടാണ് ഈ ജീപ്പുകളെല്ലാം ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടി വരുന്ന പറയണം. ഇപ്പോൾ ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ടുണ്ട്. നമുക്കായിരിക്കും പൊടി മൊത്തം കിട്ടുന്നത് ഫ്രണ്ടിലിരുന്നിട്ട്. നല്ല കുങ്കുമം പോലെയുള്ള മണ്ണും അതുപോലെ പൂഴിയാണ് വരുന്നത്. ആ പൊടി ആകുന്ന കാരണമാണ് ഈ ഡ്രൈവർ ഇങ്ങനെ മാസ്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമുക്കാണെങ്കിൽ മാസ്കും ഇല്ല, ഫ്രണ്ടിലിരിക്കുന്നത് നന്നായി പൊടി അടിച്ച് കയറുകയും ചെയ്യും. നല്ല ചൊകയെന്നുള്ള മണ്ണാണ് കേട്ടോ ഇവിടെ. പിന്നെ ഓഫ് റോഡ് പറയുന്നത് ഇപ്പോൾ റോഡ് നന്നാക്കിയത് കാരണം തന്നെ ഇതിൽ അങ്ങനെ കല്ലോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഭയങ്കര കുഴികളും അങ്ങനെ ഇങ്ങനെ ചാട്ടവും ഒക്കെ ഉണ്ട്. പിന്നെ ജീപ്പാണല്ലോ, അതിനനുസരിച്ചുള്ള സുഖമേ നമുക്ക് കിട്ടുള്ളൂ. ഓരോരുത്തരും മഹീന്ദ്ര ജീപ്പുകളുടെ ഫാനാക്കുന്നത് ഇതാണ് കേട്ടോ. അതായത് 4 വീൽ വണ്ടിയാണെങ്കിലും 4 വീൽ ഡ്രൈവ് ഇല്ല കേട്ടോ. 2 വീൽ ഡ്രൈവിൽ തന്നെ ഇത് അനായാസം കയറി പോകുന്നുണ്ട്. അത്രയ്ക്ക് ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ്. കണ്ടില്ലേ, വലിച്ച് കയറ്റി പോകുന്നുണ്ട്. ഇത്രയും 10 പേരിനെ ഇരുത്തിയിട്ട് നല്ല വലിവാണ് കേട്ടോ ഈ വണ്ടികൾക്ക്. പിന്നെ ഉമ്മർത്ത് പോകുന്ന വണ്ടിയിൽ പൂഴി കണ്ടില്ലേ. എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള റൈഡൊക്കെ എക്സ്പീരിയൻസിന് അതുപോലെ അഡ്വഞ്ചറൊക്കെ കാണിക്കണ്ടേ, എന്നാലേ നമുക്കൊരു ത്രില്ല് ഉണ്ടാവുള്ളൂ ഒരു യാത്രയാകുമ്പോൾ. ഇതാണ്ടില്ലേ, കഷ്ടിച്ച് 2 വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ പറ്റുന്ന ഗ്യാപ്പുള്ളൂ. ചിലവിടെ എത്തുമ്പോൾ ഒരു വണ്ടിക്ക് കടന്നു പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അപ്പം നമ്മുടെ വണ്ടി റിവേഴ്സ് എടുത്ത് പോകുക, അല്ലെങ്കിൽ ഇങ്ങോട്ടെങ്കിലും ഇടിച്ച് കയറ്റിയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. അങ്ങനെയുള്ള കാഴ്ചകളാണ് ഇവിടെ കേട്ടോ. ഇതുപോലെ എല്ലാവർക്കും ഇവിടെ വന്നവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുപോലെ വരാനിരിക്കുന്നവർക്ക്
കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്യാതെ എല്ലാ വീഡിയോയും എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്താൽ കാണണേ. കോട വന്നു കേട്ടോ. കോട വന്നപ്പോൾ വേറെ ഒരു വൈബായി. പൊടിയൊന്നും അറിയുന്നില്ല. ജീപ്പ് ഒരു രക്ഷയില്ലാതെ ഇളക്കി മറിച്ചിട്ടാണ് പോകുന്നത്. അത് കാരണം ക്ലാരിറ്റി മിസ്സാവുന്നുണ്ട് കേട്ടോ. കാരണം ഫോൺ ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കുക. നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പിടിച്ചിരുന്നതിൽ തെറിച്ച് താഴെ പോവും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്ന എല്ലാവർക്കും കുടജാദ്രി യാത്ര ഒരു എക്സ്പീരിയൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യാതെ ഇതെല്ലാം കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് വീഡിയോ ഇങ്ങനെ കണ്ടിരുന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങളൊരു കുടജാദ്രി പോയി വന്ന ഫീല് ഞാൻ എന്തായാലും ഉണ്ടാക്കി തരുന്നതാണ് ഈ വീഡിയോയിൽ കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എല്ലാം എടുത്ത് കവർ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വ്യൂ പോയിൻറ്റുകളുണ്ട്. കോടയൊക്കെ വന്നു തുടങ്ങിയതിൽ തന്നെ നമുക്കതൊന്നും കാണാൻ നേരെ പറ്റുന്നില്ല. സൈഡിലൊക്കെ കൊക്കയാട്ടോ, അഗാധമായ കൊക്കയാണ്. അങ്ങനെ മുകളിലെത്തി. ഇതവിടെ പാർക്കിംഗ് ഏരിയ, ഇഷ്ടം പോലെ ജീപ്പാണ്. ഇനി നമ്മുടെ ആൾക്കാരനെ കണ്ടുപിടിച്ച് ഒരുമിച്ച് മേലേക്ക് പോകണം. ചെവി കടിച്ചു കേട്ടോ കോട വന്നിട്ട്. ഇതാണ് മൂലസ്ഥാനം, മുകളിലല്ലേ? ഇവിടെ ഒരു അമ്പലമുണ്ട്. മുകളിൽ ശങ്കരാചാര്യ തപസ് ഇരുന്ന സ്ഥലമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് താഴത്ത് കൊണ്ടുവന്ന് വെച്ചായിരിക്കും ഇപ്പോൾ കാണുന്ന മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ആ സ്ഥാനത്ത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് കൈയൊക്കെ ഒന്ന് കഴുകുന്നുണ്ട്. ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, അതിൽ കഴുകിയപ്പോൾ ഭയങ്കര ഫ്രഷ് ആയിട്ടോ. ഇത്രയും നേരം വന്ന ടയർഡൊക്കെ പോയി. ഇവിടെ ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ. അത് നമ്മൾ പറഞ്ഞുതരാം. ജസ്റ്റ് ഈ ദണ്ടെന്ന് നോക്കിയോ, അതൊരു അമ്പാണ് കേട്ടോ. ഇതെന്താണ് കഥ പറഞ്ഞത്? പത്മാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് മൂകാംബികനെ വധിച്ച അമ്പ് വന്ന് വീണ സ്ഥലമാണ്. ഇതാണ് അമ്പ്. അമ്പാണ് അത്. ആ അമ്പ് വീണ സ്ഥലമാണ് മൂലസ്ഥാനമായിട്ട് കാണുന്നത്. അപ്പം അതാണ് കേട്ടോ. ഇതാണ് ആ ഭഗവതി, അതാണ് ആ അമ്പ് കേട്ടോ. ഇവിടെ എഴുതിൻ്റെ ശ്രീദേവി മൂകാസുരനെ സംഹരിച്ച തൃശൂലം, 2400 വർഷം ഇതിഹാസം, 32 അടി ഉയരമുണ്ട് കേട്ടോ ഈ തൃശൂലം. അമ്പലമുണ്ട്. മുകളിലായിട്ട് വേറെ ആൾ തപസ്സിരുന്ന സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അതുവരെ പോകുന്ന ആൾക്കാരാണ് അങ്ങനെ മേലെ കയറുന്നത് കേട്ടോ. ഇവിടെ പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. ലൈറ്റ് ചായ അങ്ങനെയുള്ളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നടന്ന് പാറയൊക്കെ മിനുസമായിട്ടുണ്ട്. റെഡ് കളർ പാറകൾ, വലിയ സ്ലിപ്പൊന്നുമില്ല അല്ലേ. കോട ഇറങ്ങുമോ? ആ കോട ഇറങ്ങുന്ന ഒരു കാഴ്ച അതിമനോഹരമായിട്ടുണ്ട് അല്ലേ, അടിപൊളി. ഇവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പേര്, കയറാൻ പറ്റാത്തവർ. കാരണം കുറച്ച് ഓഫ് റോഡ്, അതായത് ട്രക്കിംഗ് ആണ്, നന്നായി കയറിപ്പോണം. ഇവിടെ ഒരു കുളമുണ്ടല്ലോ, കുറേ മീനുകൾ കളിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള മരയാണ്, അപ്പോൾ പിടിച്ച് കയറണം. ശങ്കരാചാര്യനെ സമ്മതിക്കണം. ആ കാലത്ത് കാശ്മീർ വരെ നടന്നുപോയി ഇവിടെ വന്ന് മൂപ്പര് തപസ് ചെയ്യാൻ. അടിപൊളി സ്ഥലമല്ലേ. കഠിനം അതികഠിനം. ഓ എന്തില്ലാണോ, നല്ല സോഫ്റ്റ്, അതുപോലെ തന്നെ പഞ്ഞി പോലെ
തൊട്ടാവാടിയല്ല, പക്ഷെ അതുപോലത്തെ ഒരു ചെടി. ഒരു ഗ്യാപ്പിൽ മുള്ളാൻ വന്നപ്പോൾ എടുത്താണേ. കോട കോട ഇറങ്ങുന്നുണ്ട്. എങ്ങനെയുണ്ട് പ്രതിവട്ട സ്ഥലം? അടിപൊളി അല്ലേ? പാലക്കാടൻ ചൂടിൽ നിന്ന് ഒരു ആശ്വാസം. കോട ഇറങ്ങുന്നുണ്ടോ? ഈ കോട ഇറങ്ങി ഫുൾ മൂടുകയാണ് നമ്മളെ. ഫുൾ മൂടിയിട്ടോ നമ്മളെ. ഇതേ ഫുള്ളായി. ഇതിപ്പോൾ മുന്നിലുള്ള ആളിനെയൊന്നും കാണുന്നില്ല. കോട വാവ്, ഒന്നും കാണുന്നില്ല കേട്ടോ. അടിപൊളി. ഇനി അതിൻ്റെ മേലെ ആയിരിക്കും മൂപ്പര് തപസ് ചെയ്ത്. എന്തായാലും ഒന്ന് പോയി നോക്കാം കേട്ടോ, ഈ സൈഡിലൂടെ നടന്ന്. വാ, ഇനി എങ്ങോട്ടാ പോകുന്നത്? നേരം നിൽക്കാം. എൻ്റെ ദൈവമേ, ഒന്നും കാണുന്നില്ലല്ലോ. കൂടെ വന്ന ആൾക്കാരെ പോലും തിരിച്ചറിയുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ടും ഒരു വഴി കാണുന്നുണ്ട്. വലിയൊരു മലയുണ്ടായിരുന്നു, നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോട വന്ന് നിറഞ്ഞു. അങ്ങോട്ട് പോകേണ്ട വഴിയൊന്നും കാണുന്നില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞു ഇങ്ങോട്ടാണ് അമ്പലം എന്ന്. അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നടക്കണേ. ആദ്യം അമ്പലം കണ്ടിട്ട് വരാം, സമയമുണ്ടെങ്കിൽ അങ്ങോട്ടും പോകാമെന്ന് കരുതി. ഇവിടെ താഴെ വെള്ളം ഇറങ്ങിയിട്ട് പോകേണ്ട ചാലാണ് കേട്ടോ. അതിലൂടെയാണ് നിങ്ങൾ നടക്കുന്നത്. ഈ സൈഡിലൂടെ വഴി. കുടജാതിരി ട്രക്ക് ഈസി എന്ന് പറഞ്ഞ് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഫുള്ള് കോടയാണല്ലോ. കൊക്കയാണ് കേട്ടോ, ഇതൊന്നും കാണുന്നില്ല. വെയിലുമുണ്ട്, കോട ഇറങ്ങുന്നുണ്ട്. ഒരു പ്രത്യേക പാറ്റേണിൽ പാറകൾ കണ്ടില്ലേ, ഇങ്ങനെ അടുക്കി ചെത്തി വിട്ടുള്ളേ. ഷോ, എന്തല്ലേ ഓരോ ക്രിയേറ്റിവിറ്റി കണ്ട. അതുപോലെ ഇതാ കോട ഇങ്ങനെ കയറിപ്പോണ്ട്. കുറച്ച് ദൂരം നടക്കുക, കുറച്ച് ദൂരം ഇരിക്കുക, ഇത്തിരി വെള്ളം കുടിക്കുക, പിന്നെയും നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താട്ടാ. താഴെ കോട ഇടയ്ക്ക് പോകുമ്പോൾ താഴെ ടൗണ് കാണുന്നുണ്ട്, പക്ഷെ ഇപ്പം ഇല്ല. ഈ മലയും കൂടി കയറി അങ്ങോട്ട് പോയാൽ ആളിരുന്ന സ്ഥലം കാണാൻ പറ്റുള്ളൂ. ധർമ്മവീടുമായിരിക്കും അല്ലേ? വിദ്യാപീഠോ ധർമ്മവീടോ അങ്ങനെ എന്താണ്, അവിടെ പോയിട്ട് നോക്കണം. ഇപ്പം ശങ്കരാചാര്യർ കയറിയ വിദ്യാപീഠം അങ്ങോട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകട്ടെ. ഡീപ്പായ ഇറക്കും കേട്ടോ. ഇവിടുന്ന് വീണാൽ കിട്ടില്ല ആളിനെ. ഒന്നുമില്ല, താഴേക്കൊട്ട പോക്കാ. ഓടിപ്പോന്ന് നോക്കി. ഇനി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. അതാ ആ ഗേറ്റ് പോലെ എന്തോ കാണുന്നുണ്ട്. അടിപൊളി. വാവ്, നമ്മളിതാ മുകളിലെത്തിയിരിക്കുന്നത്. ഇതാ കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അവിടെ മൂപ്പര് തപസ് ചെയ്ത വിദ്യാപീഠം കയറിയത് ഇവിടെയാണ് കേട്ടോ. ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ട്, പിന്നെ കോടയും വരുന്നുണ്ട്. അങ്ങനെ മാറിയുള്ള ക്ലൈമറ്റ്. ഇതാണ് സർവജ്ഞ പീഠം കയറിയ ഒരു സ്ഥലം, തപസ് ചെയ്ത്. എന്തായാലും അമ്പലത്തിന് ചുറ്റും ഒരു റൗണ്ട് പോയിട്ട് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അങ്ങോട്ട് കിടക്കണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ഗ്രില്ലടിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പാറ സ്റ്റീപ്പാണ്, അതുകൊണ്ടായിരിക്കണം. എന്ത് കല്ലൊക്കെ വെക്കുന്നുണ്ടല്ലോ. അങ്ങോട്ടൊരു റേഡിയോ സ്റ്റേഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ വൈഫൈയും ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. കറണ്ടും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങ് താഴെയായിട്ട് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ടെറസ് ഫാമിംഗ് ആണ്. അതിനോടൊപ്പം തന്നെ
കുറേ വീടുകളും ഗ്രാമങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആയിരിക്കും താഴെ കേട്ടോ. ആ കാലഘട്ടത്ത് ഇങ്ങനൊരു ബിൽഡിംഗ് അവർക്ക് പണിയാൻ സാധിച്ചത് ഭയങ്കര അത്ഭുതമല്ലേ. ഈ പാറകളൊക്കെ ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ കൊത്തി കൊത്തി ഉണ്ടാക്കിയതായിരിക്കും, പക്ഷെ എന്നാലും അടിപൊളിയാണ്. ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ട് കേട്ടോ. കല്ലുകളിങ്ങനെ അടുക്കി വെച്ചതാ എല്ലാവരും വന്നിട്ടില്ലേ. ഇത് താഴെ പിന്നെയും ഗ്രാമങ്ങൾ കോട വരുന്ന. അപ്പോൾ ഇതാണ് ശങ്കരാചാര്യരുടെ സർവജ്ഞ പീഠം കയറിയ ആ ഒരു ഇതാണ്. അവിടെ ഇപ്പോൾ ഒരുപാട് പേര് ഭക്തർ അതിൻ്റെ ഉള്ളിലിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കലാണ്. പിന്നെ അതിന് മുന്നിലായിട്ടാണെങ്കിൽ ഒരു വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ ഒരു കോട നിറഞ്ഞ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ, കൊക്ക പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി എന്തായാലും നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം. പിന്നെ ജീപ്പ് ഡ്രൈവർമാരെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾക്ക് 1.5 മണിക്കൂർ സമയം തന്നു, അതിനുള്ളിൽ തിരിച്ചിറങ്ങിയില്ലെങ്കിൽ 500 രൂപ ഫൈൻ ഉണ്ടെന്നൊക്കെ. 1.5 മണിക്കൂറിൽ എന്തായാലും ഇറങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കണം അവർ ആ ഫൈൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ. എന്തായാലും നമ്മൾ 1 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വ്യൂ ഒന്നുകൂടി കാണാൻ ഇനി എത്ര നാൾ ഇരിക്കണം എന്നറിയില്ലല്ലോ, എത്ര നാൾ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമെന്ന് അറിയില്ല. അപ്പോൾ അത് എന്തായാലും ഒന്ന് എടുത്തിട്ട് പോകാമെന്ന് കരുതി. നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ. ഇത് പഞ്ചമുഖ ഗണപതിയുടെ ആ ഒരു ഭാഗം ഗുഹയൊക്കെ ഉണ്ട്, ഗേറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവർ ചിലപ്പോൾ അത് അപകടം പിടിച്ച സ്ഥലമായിരിക്കും, അതുകൊണ്ടായിരിക്കണം ഗ്രില്ലിട്ട് അടച്ചിരിക്കുന്നു. ഇവിടെ തീർത്ഥത്തിൽ കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങി വരുന്ന ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് കുളത്തിൽ മീനും ഉണ്ട്. കാണുന്നതാണ് നാഗതീർത്ഥം. കണ്ടില്ലേ, ആൾക്കാർ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. മേലേന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ, മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇവിടുത്തെ വെള്ളം പിടിച്ചിട്ട് വീടിന് ചുറ്റും തെളിച്ച് കഴിഞ്ഞാൽ നാഗശാപമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. ഇത്രയും നേരത്തെ ടയർഡ് ഫുള്ള് ഇവിടെ ഒന്ന് മോൻ കഴുകിയപ്പോൾ പോയി. അതുകൂടാതെ തന്നെ ഇത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് കേട്ടോ, നാഗതീർത്ഥത്തിലെ വെള്ളം. ജസ്റ്റ് ഒരു വ്യൂ കേട്ടോ. നമ്മുടെ ജീപ്പ് പാർക്ക് ചെയ്യുന്ന അവിടെ ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്, ഒന്ന് നിർത്തിയെടുക്കാന്ന് കരുതി. വാവ്, ഇപ്പം നമ്മുടെ ജീപ്പിൽ എല്ലാവരും കയറി, നമ്മളും കയറുക. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ കുടജാദ്രി മലയിലെ കാഴ്ചകളും അതുപോലെ തന്നെ ശങ്കരാചാര്യർ സർവജ്ഞ പീഠം കയറിയ ആ ധ്യാനിച്ച ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും എല്ലാം ആയിരുന്നു ഇത്രയും നേരം കാണിച്ചത്. അപ്പോൾ മലകയറ്റം എല്ലാം കൂടി ഒരു 2.5-3 മണിക്കൂറിനുള്ളിൽ നമ്മൾ തീർക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് കയറിയാൽ പെട്ടെന്ന് ഇറങ്ങാം. അതുകൂടാതെ തന്നെ ആർക്കെങ്കിലും വരാൻ തോന്നിയാൽ തീർച്ചയായും വന്നിരിക്കുക. നടക്കാനായില്ലെങ്കിലും താഴെ വരെ ജീപ്പ് വരുമല്ലോ, അപ്പോൾ അതുവരെ ജീപ്പിൽ പോകുന്നത് വരെ നടക്കാൻ കഴിയാത്തവർക്ക്, ഇപ്പോൾ വയസ്സായവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഫാമിലി, അവർക്കൊക്കെ അതുവരെ വന്നിട്ട് അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ എല്ലാവരും. അതുകൂടാതെ തന്നെ ഈ കാഴ്ചകളൊക്കെ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട കാഴ്ചകളായതുകൊണ്ടാണ് എല്ലാവർക്കും കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരാൻ കഴിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്ത് ഷെയറൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാനുള്ള പ്രചോദനമാകും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത മംഗലാപുരം കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. സീ യു ദെൻ, ബൈ ബൈ.